അപ്പൊ പിന്നെ എന്റെ മോള് നിൽക്കുന്ന ഈ വീട്ടിൽ നിന്നും കഴിക്കാതെ പോവോ? കഴിച്ചാ മാത്രം പോരാ, പറയുന്ന അധികമാണെന്നറിയില്ല. ഇത്രയും വലിയൊരു വ്യക്തി ഈ വീട്ടിൽ വന്നതല്ലേ, ഒരു 2 വരി ഞങ്ങൾക്ക് വേണ്ടി പാടുകയും വേണം. അമ്മയില്ലാത്ത കുഞ്ഞിനെ പത്മിനി ചേർത്ത് പിടിച്ചു, അവളുടെ അമ്മയായിട്ട്. താങ്ക്സ്. രാധിക പറയുന്ന കഥകളിൽ അല്പം കുറുമ്പോടെ ഞാൻ കേട്ടിട്ടുള്ളത് അമ്മയുടെ കാര്യം. എന്തിനും അവൾക്ക് കൂട്ടായിട്ടൊരാൾ. വരുണും രാധികയും ഒന്നിച്ചത് മുതൽ ഇങ്ങോട്ട് രാധികയുടെ ജീവിതത്തിൽ അമ്മ കൈതൊട്ട് അനുഗ്രഹിച്ച നിമിഷങ്ങളേ ഉള്ളൂ. ഇവൾ എന്റെ കുഞ്ഞല്ലേ ശ്യാമേ. അഭിമാനമാണ് ഇവനെ ചേർത്തിങ്ങനെ പിടിക്കുമ്പോ. പ്രതിസന്ധികൾ ഒരുപാടുണ്ടായിരുന്നാലും എന്റെ മോളെ തളരാതെ നിന്നത് ഇവന്റെ കൈകളിലാ. ഞാൻ ഇതുവരെ വരണമെന്ന് മാത്രമേ വിളിച്ചിട്ടുള്ളൂ. പക്ഷേ ഇപ്പൊ എന്തോ ഇങ്ങനെ വിളിക്കാൻ തോന്നി. ഏറ്റവും അടുത്ത ആളുകൾ തമ്മിൽ അങ്ങനെയൊക്കെയല്ലേ വേണ്ടത്. മേഡം എന്നെ എങ്ങനെ വിളിച്ചാലും കുഴപ്പമില്ല. അല്ല, സൂര്യ എവിടെ? സൂര്യ എസ്റ്റേറ്റിലാ. ജീവിതത്തിൽ എടുത്തു വെച്ച് സൂക്ഷിക്കാനുള്ള നല്ല ചിത്രങ്ങളിൽ സൂര്യയുണ്ട്. എന്റെ മോളെ സ്വന്തം പെങ്ങളായിട്ട് കരുതിയ സൂര്യ ഒന്ന് കാണണം. ഇങ്ങോട്ട് വന്ന അവൻ ഓടി വരും ശ്യാമയെ കാണാൻ. പ്രത്യേകിച്ച് രാധികയുടെ കാര്യമായതുകൊണ്ട്. അവൻ അതിൽ ഒട്ടും വിട്ടുവീഴ്ച വരുത്തില്ല. അവൻ ഒട്ടും വിട്ടുവീഴ്ച കാണിക്കുകയില്ല. ശ്യാമയ്ക്ക് ആളുകളെ മനസ്സിലായോ? ഉർവശി, കൽപ്പന. അറിയാം, നന്നായിട്ടറിയാം. ഞങ്ങളെ രണ്ടുപേരെയും കുറിച്ച് രാധിക എന്താ പറഞ്ഞു തന്നിട്ടുള്ളത്? അല്ല, രാധികയ്ക്ക് ചില കാര്യങ്ങളിലൊക്കെ ഞങ്ങളെക്കുറിച്ച് തെറ്റിദ്ധാരണകളുണ്ട്. മാഡത്തിനോട് എന്താ പറഞ്ഞു തന്നിരിക്കുന്നെന്ന് അറിയാനാ. ഞാനങ്ങനെ ആരെയും വിലയിരുത്താനില്ല. കുടുംബത്തിനകത്ത് ചില എതിർപ്പുകളൊക്കെ ഞാനും കണ്ട് ശീലിച്ചതാ. എന്നിട്ട് എന്താ സംഭവിക്കുക? കുറേ കാലം കഴിയുമ്പോൾ എല്ലാവർക്കും തിരുത്തേണ്ടി വരും. ആ ഒരു ബോധമുള്ളിലുണ്ടെങ്കിൽ ഏറ്റവും നേരത്തെ തന്നെ അത് തിരുത്തണം. മാഡത്തിന്റെ മോളെ ഞാൻ ഇനി എന്റെ സ്വന്തം മോളായിട്ടേ കാണൂ. അപ്പോ ഞാനോ? രാധിക ഇനി മുതല് എന്റെ സ്വന്തം അനിയത്തിയാ. ആഹാ, മാഡത്തിന്റെ വരവുകൊണ്ട് സത്യം പറഞ്ഞ ഏറ്റവും കൂടുതൽ ഗുണമുണ്ടായത് ഇവർക്ക് രണ്ടുപേർക്കുവാ. എത്ര പെട്ടെന്നാ അല്ലേ മുത്തശ്ശി ഇവർ രണ്ടുപേരും നന്നായത്. വേണ്ട വരുൺ, ഉള്ളിൽ തട്ടി അല്ലെങ്കിലും ഒരു നല്ല വാക്ക് പറഞ്ഞ നിമിഷ അവരെ അധിക്ഷേപിക്കണ്ട.
ശ്യാമേ, ഭക്ഷണം കഴിച്ചിട്ടേ പോവൂ. ആദ്യമായിട്ട് ഇവിടെ വന്നിട്ട് അങ്ങനെ വിടാൻ പറ്റില്ല ഞങ്ങൾക്ക്. ഞാൻ യശോദയുടെ അടുത്ത് പോയി അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചു. അപ്പൊ പിന്നെ എന്റെ മോള് നിൽക്കുന്ന ഈ വീട്ടിൽ നിന്നും കഴിക്കാതെ പോവോ? കഴിച്ചാ മാത്രം പോരാ, പറയുന്നത് അധികമാണെന്നറിയില്ല. ഇത്രയും വലിയൊരു വ്യക്തി ഈ വീട്ടിൽ വന്നതല്ലേ, ഒരു 2 വരി ഞങ്ങൾക്ക് വേണ്ടി പാടുകയും വേണം. അതിനെന്താ, ചങ്കിലെ വേദനയോട് ഒരുപാട് പാടി തീർത്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോ ഉള്ള നിറയെ സന്തോഷല്ലേ. അത് പുറത്തു വരാൻ ഏറ്റവും നല്ല മാർഗം സംഗീത ആവാം. ചെറിയമ്മേ, ശ്യാമാമ്മയുടെയും രാധികയും തമ്മില് സാമ്യം മാത്രമല്ലേ ഉള്ളൂ എന്ന ചോദ്യമൊന്നും ഇനി നിലനിൽക്കില്ല. കണ്ടില്ലേ, ശ്യാമാമ്മയുടെ വന്നു കയറിയതോടെ എല്ലാരും സ്വീകരിച്ചത്. അതാരായാലും അഭിമാനം തോന്നുന്ന കാര്യമല്ലേ. എന്നാലും അവളുടെ ഒരു യോഗവേ. ഇന്നു മുതൽ രാധിക കോടീശ്വരിയാ, കോടീശ്വരി. തൽക്കാലം നിലനിൽപ്പിന് ഒന്ന് കളം മാറ്റി ചവിട്ടിയാലേ പറ്റൂ. എങ്ങനെ? അവളെ എതിർത്ത് നിന്ന് ജയിക്കാൻ ഇപ്പൊ നമുക്ക് പറ്റില്ല. അതുകൊണ്ട് നമുക്കങ്ങ് കൂടെ നിൽക്കാം. എനിക്കത് മനസ്സിൽ തോന്നിയതാ. പക്ഷെ നമ്മൾ അടുപ്പം കാണിച്ച രാധിക അത് വിശ്വസിക്കൂ? വിശ്വസിപ്പിക്കണം. കുറച്ച് നല്ല വാക്കുകൾ പറയുക. അവൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സിനെ കുറിച്ചൊക്കെ നല്ല അഭിപ്രായം പറയുക. അവളുടെ പൂജകളെക്കുറിച്ചും കൃഷ്ണഭക്തിയെക്കുറിച്ചും അമ്മയോടുള്ള സ്നേഹത്തെക്കുറിച്ചൊക്കെ ചുമ്മാ അങ്ങ് തട്ടിവിടുക. ഇത്രയൊക്കെ വേണ്ടൂ പാവങ്ങളെ പറ്റിക്കാൻ. രാധിക മാത്രമായിരുന്നെങ്കിൽ എളുപ്പമായിരുന്നു. ഇതിപ്പോ ഏതു നേരം വരണോ അമ്മയും കൂടെ നിൽക്കല്ലേ. രണ്ടുപേർക്കും നമ്മളെ കളിയാക്കുന്ന കാര്യത്തില് ഒരു പ്രത്യേക മിടുക്കുണ്ട്. അതിനെന്താ, കളിയാക്കട്ടെ. നമ്മളാദ്യമായിട്ടൊന്നും അല്ലല്ലോ നാണം കെടുന്നേ. എന്റെ ചെറിയമ്മേ, അവളുടെ ഒരു വിശ്വാസം നേടിയെടുത്ത അവളിലൂടെ നമുക്ക് പല നേട്ടങ്ങളും ഉണ്ടാക്കാം. അത് ചോദിച്ചു വാങ്ങിക്കാൻ നമുക്ക് അറിയണമെന്ന് മാത്രം. ഞാൻ കൂടെയുണ്ട്. ബാക്കിയൊക്കെ കൽപ്പന തീരുമാനിച്ചോ? പ്രിയങ്കെ പോലും സ്നേഹിച്ചവരാ നമ്മള്, നമ്മുടെ കാര്യത്തിന് വേണ്ടി. നമുക്കാണോ അവളെ സ്നേഹിക്കുന്ന പോലെ അഭിനയിക്കാൻ പ്രയാസം?